ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ ഇപ്പോൾ പണിപ്പുരയിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അച്ഛമ്മ ആൺകുട്ടികളായ പേരക്കുട്ടികൾക്ക് നല്ല പണിയാണ് കൊടുത്തിട്ടുള്ളത്. 3 പേർക്കും ഓരോ ഒരലും ഒലക്കയും കൊടുക്കുകയാണ്. എന്നിട്ട് പച്ചമല്ലി, മുളക് അങ്ങനെ ഓരോ ഐറ്റംസ് പൊടിക്കാനായി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നിന്ന് ഇടിക്കുന്നുണ്ട് കേട്ടോ. നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് അവര്. ഈ സമയം നന്ദിനിക്ക് അരയ്ക്കാനുള്ള പണിയാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ ഇരുന്ന് ഇങ്ങനെ എന്തോ പലഹാരത്തിന് വേണ്ട മാവ് അരയ്ക്കുക. നന്ദിനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല കേട്ടോ. പിന്നീട് ഇതെല്ലാം കണ്ട് മാഷും കമലയും സന്തോഷത്തിലാണ്. കമല പറയും, വേദം നമ്മുടെ വീട്ടിലെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും മാഷെ, എനിക്കത് ഉറപ്പാണ്. അച്ഛൻ പറയും, അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ സംഭവിക്കണം. ഇത് കേൾക്കുമ്പോൾ മാഷും കമലയും നോക്കും. അച്ഛമ്മ, വിക്രവും വേദയും ഒരുമിക്കുന്ന കാര്യമാണോ, ഇനി മാഷും വിക്രവും തമ്മിലുള്ള ആ അകൽച്ച മാറണം എന്നാണോ പറയണമെന്നറിയില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വിക്രം വിളക്ക് വെക്കാനായി പൂജ റൂമിൽ എത്തിയിട്ടുണ്ട്. കമലയും വേദയും മാഷും അച്ചമ്മയുണ്ട്. അങ്ങനെ കമലമ്മ വിളക്ക് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാട്ടോ. അപ്പം അച്ചമ്മ പറയും, ഇന്ന് നിങ്ങൾ അച്ഛനും മോനും ഒരുമിച്ച് വേണം വിളക്ക് വെക്കാൻ. അത് കേൾക്കുമ്പോൾ വിക്രവും ഒന്ന് ഞെട്ടുന്നുണ്ട്. മാഷിങ്ങനെ നോക്കും. എന്തായാലും അച്ചമ്മ പറഞ്ഞതുപോലെ തന്നെ മാഷും വിക്രവും കൂടെ ഒരുമിച്ചാണ് ആ വിളക്കൊക്കെ വെച്ച് അവിടെ നിന്നും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അവർക്കിടയിലുള്ള അകൽസം പതിയെ പതിയെ കുറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗത്ത് വേദയും വിക്രവും കൂടെ പുറത്തുനിന്ന് സംസാരിക്കുകയാണ്. അതായത് ശ്രീചേർത്തി പറഞ്ഞ കാര്യം, ദീപ്തിയുടെ കാര്യം വേദയും അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പയ്യൻ ആരാണെന്ന് വേദയ്ക്ക് മനസ്സിലായിട്ടില്ല. വിക്രത്തോട് പറയും, നിങ്ങളോടുള്ള പക തീർക്കാനാ ആ പയ്യൻ എന്റെ അനിയത്തിയെ പ്രേമം നടിച്ച് വശത്താക്കാൻ നോക്കുന്നത്. വിക്രം ഞെട്ടും. എന്ത്? വേദ പറയും, ആ പയ്യൻ വിക്രം മുമ്പ് ആക്രമിച്ച ഏതോ ഒരാളാണ്. ഇതോടെ കേൾക്കുമ്പോൾ വിക്രം ഒന്നുകൂടെ ഞെട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിക്രമിനെ ആളെ പിടികിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു പ്രായത്തിലുള്ള പയ്യന്മാരെ വിക്രം അടിക്കാൻ ചാൻസ് കുറവായിരിക്കണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവനെ ഓർമ്മ വരും ഇല്ലെന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം. അപ്പോൾ ഇന്നത്തെ പ്രൊമോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്